14.2 കോടി രൂപയ്ക്ക് കാർത്തിക് ശർമ്മയും പ്രശാന്ത് വീർ എന്ന രണ്ട് കളിക്കാരെ വാങ്ങിയത് CSK ഒരു വല്ലാത്ത തലവേദനയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും മികച്ച ഫോമിലല്ല, ബാറ്റിൽ ബോൾ കണക്ട് ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ നിൽക്കുമ്പോൾ 28 കോടി രൂപ രണ്ട് പുതുമുഖ താരങ്ങൾക്ക് വേണ്ടി മുടക്കിയ CSK പഴി കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് 18 കോടി വീതം രണ്ടുപേർക്ക് മുടക്കിയ ഋതുരാജ് ഗെയ്ക്വാദ്, സഞ്ജു സാംസന്റെ പേരിലും CSK പഴി കേൾക്കുന്നുണ്ട്. കാരണം ഗെയ്ക്വാദും സഞ്ജു സാംസണും നിലവിൽ ഒരു തരത്തിലുമുള്ള ഫോം CSKയുടെ ആദ്യത്തെ 2 മത്സരങ്ങൾ കഴിയുമ്പോഴും പൂർത്തിയാക്കാൻ കഴിയിട്ടില്ല. ഓപ്പണർമാർക്ക് വേണ്ടി മാത്രമായിട്ട് 36 കോടി രൂപ, രണ്ട് പുതുമുഖ ഓൾറൗണ്ടേഴ്സിന് വേണ്ടി മാത്രമായിട്ട് 28 കോടി രൂപ. ഇങ്ങനെ അസന്തുലിതമായി നിൽക്കുന്ന ഓപ്ഷനിൽ CSK കാണിച്ച ഈ മണ്ടത്തരങ്ങളാണോ എന്നുള്ള ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. ആദ്യത്തെ 2 മത്സരങ്ങൾ കഴിയുമ്പോഴും CSK മാനേജ്മെന്റിനെതിരെ അത്ര രീതിയിലുള്ള ശക്തമായിട്ട് തന്നെയാണ് എതിർപ്പ് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ 4 പ്ലേയേഴ്സും തിളങ്ങാത്തത് CSKയ്ക്ക് ഒരു വലിയ തലവേദന തന്നെയാണ്. ഇവരിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നത്. ധോണിയുടെ ആബ്സൻസും കൂടി ആകുമ്പോഴേക്കും CSK ഫാൻസ് വല്ലാത്ത നിരാശയിലും കൂടിയാണെന്ന് പറയേണ്ടി വരും. ഇന്നത്തെ മത്സരം വളരെയധികം നിർണായകമാണ് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം. സഞ്ജുവിന് മാത്രമല്ല, ഗെയ്ക്വാദും പ്രശാന്ത് വീറിനും കാർത്തിക് ശർമ്മയ്ക്കും ഒക്കെ തന്നെ അനിവാര്യമാണ്. കഴിഞ്ഞ മത്സരത്തിൽ എടുത്തു നോക്കിയാൽ ആയുഷ് മാത്രയും ശിവം ദൂബയും ഒക്കെ കൊണ്ട് മാത്രം ഒരു 200 കടന്നാൻ കഴിഞ്ഞ ചെന്നൈ സൂപ്പർ കിങ്സിന് പോലും അവരുടെ ബൗളിംഗ് അത്രമാത്രം ശക്തമല്ല എന്നത് പഞ്ചാബ് കിങ്സിനെതിരെയുള്ള തോൽവിയിൽ നിന്നും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പഞ്ചാബ് കിങ്സിന് രക്ഷകരായി ശ്രേയസ് അയ്യർ ഉൾപ്പെടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും CSKയുടെ ബൗളിംഗ് വളരെ ദുർബലമാണ് എന്നതും പറയാതിരിക്കാൻ കഴിയില്ല. അവിടെ നിന്നുകൊണ്ടാണ് ഇത്രയും കോടികൾ മുടക്കി പ്ലേയേഴ്സിനെ റീറ്റെയിൻ ചെയ്യുകയും വാങ്ങുകയും ചെയ്തിട്ട് പോലും ഒരു തരത്തിലുമുള്ള ഇമ്പാക്റ്റ് ടീമിലേക്ക് ഉണ്ടാക്കാൻ ഇതേ പ്ലേയേഴ്സിന് സാധിക്കുന്നില്ല എന്നുള്ള വിഷമകരമായ ഘട്ടത്തിലും കൂടി മാനേജ്മെന്റ് പൊക്കോണ്ടിരിക്കുന്നത്. അവിടെയാണ് സഞ്ജുവിന്റെ പ്രസൻസ് വരുന്നത്. ആദ്യത്തെ മത്സരത്തിൽ വെറും 6 റൺസ്, രണ്ടാമത്തെ മത്സരത്തിൽ വെറും 7 റൺസ്. ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റോ ബോഡി ലാംഗ്വേജിൽ ഒരു പ്രസൻസോ, ഒരു ഗംഭീരമായ 3 ഇന്നിംഗ്സുകൾ കഴിഞ്ഞിട്ടാണ് CSK ക്യാമ്പിലേക്ക് വരുന്നതെന്ന് കൂടി ഓർക്കുക. T20 ലോകകപ്പിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ 97-ഉം തുടർച്ചയായ 289 റൺസുകളുടെ ഇന്നിംഗ്സും ഒക്കെ നേടിയ ഒരു മനുഷ്യൻ IPLലേക്ക് വരുന്നു, ട്രേഡ് ചെയ്യുന്നു, രവീന്ദ്ര ജഡേജയെ മാറ്റി സഞ്ജു സാംസൺ ടീമിലേക്ക് കൊണ്ടുവരുന്നു. ജഡേജ അവിടെ രാജസ്ഥാൻ റോയൽസിലേക്ക് 2008 ശേഷം വീണ്ടും പോകുന്നു. നേരെ വർഷം സഞ്ജു ആവട്ടെ ആദ്യമായിട്ട് ഹോം കമ്മിങ്, ഡെൻ കമ്മിങ്ങിലേക്ക് രീതിയിൽ CSK ക്യാമ്പിലേക്ക് വരുന്നു. പക്ഷേ ഈ 2 മത്സരങ്ങളിൽ ഒരു തരത്തിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യത്തെ മത്സരത്തിൽ ഒരു 4, രണ്ടാമത്തെ മത്സരത്തിൽ ഒരു 4. ആദ്യത്തെ മത്സരത്തിൽ എഡ്ജ് ചെയ്ത് ബൗണ്ടറി തേർഡ് മാൻ ഏരിയയിലേക്ക് പോകുന്നു. രണ്ടാമത്തെ മത്സരത്തിൽ ഒരു ഡ്രാഫ്റ്റഡ് ഷോട്ടാണ്, കവേഴ്സിൻ്റെയും ഷോർട്ട് ലോങ് ഓണിൻ്റെയും ഇടയിലൂടെ, ഷോർട്ട് ലോങ് ഓഫിൻ്റെയും ഇടയിലൂടെ ആ പന്ത് ബൗണ്ടറി കിടക്കുന്നത് ഒഴിച്ചു നിർത്തിയാൽ സഞ്ജുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാൻഡ്രെ ബർഗറിൻ്റെ പന്തിലാണ് സഞ്ജു ആദ്യത്തെ മത്സരത്തിൽ പുറത്താവുന്നത്. ഓഫ് സ്റ്റമ്പിൻ്റെ ടോപ്പിൽ ബൗൾഡായിട്ടാണ് സഞ്ജു പുറത്താവുന്നത്. രണ്ടാമത്തെ മത്സരത്തിൽ എടുത്തു നോക്കിയാൽ പോലും ഒരു തരത്തിലുള്ള കോൺഫിഡൻസ് കണ്ടെത്താൻ സഞ്ജുവിന് കഴിയുന്നില്ല എന്നത് പറയേണ്ടി വരും. അത് എഡ്ജ് ചെയ്ത് വിക്കറ്റ് കീപ്പറിൻ്റെ അടുത്ത് തന്നെയാണ് പോകുന്നത്. ആ മത്സരത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ തുടർച്ചയായി 2-3 വട്ടം ഔട്ട് സ്വിംഗേഴ്സിൽ ബീറ്റ് ആകുന്ന സഞ്ജുവിനെ കാണാം. വല്ലാത്ത ഫ്രസ്ട്രേറ്റഡിൽ നിൽക്കുന്ന, ക്രീസിൽ നിൽക്കുന്ന സഞ്ജുവിനെ കാണാം. ബോൾ ടൈമിംഗ് കിട്ടുന്നില്ലാത്തത് കൊണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന മനുഷ്യനെ കാണാം. അങ്ങനെ ഓരോ പന്തും വളരെ നിർണായകമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. CSK ഒരു കാര്യം കൂടിയുണ്ട്, 18 കോടിയും വെച്ചിട്ട് ഋതുരാജ് ഗെയ്ക്വാദിനെയും സഞ്ജുവിനെയും നിലനിർത്തുമ്പോൾ പവർ പ്ലേസിൽ ഏറ്റവും നിർണായകമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് തന്നെയായിരുന്നു ഇരുവരെയും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. പക്ഷേ അങ്ങനെ ഒരു തരത്തിലും കാണാൻ സാധിച്ചില്ല. CSK പോയിന്റ് ടേബിളിൽ ഏറ്റവും താഴെ തന്നെ നിൽക്കുന്നത്. 2025 ചെന്നൈ എവിടെ അവസാനിച്ചോ അവിടെ തന്നെയാണ് 2026 തുടക്കത്തിൽ 2 മത്സരത്തിലും ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ CSKയ്ക്ക് ഇത് വളരെ നിർണായകമായ മത്സരമാണ്. RCBക്കെതിരെയാണ് മത്സരം. ഒരുപക്ഷേ RCBയുടെ ബൗളിംഗ് അറ്റാക്ക് വലിയ പേടിപ്പിക്കുന്നൊന്നും അല്ലെങ്കിൽ പോലും ചെന്നൈയുടെ ബാറ്റിംഗ് അതനുസരിച്ചെങ്കിലും ഉയർന്നില്ലെങ്കിൽ അതൊരു വലിയ നിരാശയായിട്ട് മാറും. അത് തന്നെയാണ് ഈ മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായും ഉണ്ടാകുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. 2 മത്സരത്തിൽ നിന്ന് വെറും 13 റൺസ് മാത്രം നേടിയിരിക്കുന്ന സഞ്ജു CSKയ്ക്ക് ഒരു വലിയ ഒരു പ്രകാശം നിറച്ചുകൊണ്ടായിരിക്കും വരിക എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ 2 മത്സരത്തിലും ആ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ ഇല്ലോ എന്ന് അറിയില്ല. പക്ഷേ എല്ലാ കണ്ണുകളും ഒരു മനുഷ്യരിലേക്ക് ഇട്ട് നോക്കുന്നുണ്ടെങ്കിൽ അത് ഇന്നത്തെ മത്സരത്തിൽ സഞ്ജുവിലേക്ക് തന്നെയാണ്. കാരണം ഇത്രയും വലിയൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്ത പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് അവാർഡ് വാങ്ങിയിട്ടാണ് IPLലേക്ക് വരുന്നത്. സോ ഒരു പ്ലെയർ ഹൈ ഓൺ കോൺഫിഡൻസ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് നിന്നാണ് ഒരുപക്ഷെ ഫ്രാഞ്ചൈസ് മാറി, മാനേജ്മെൻറ്റ് മാറി എന്നതൊക്കെ ഒരു റീസൺ ആണെന്നൊക്കെ പറഞ്ഞാൽ പോലും ഒരു പ്ലെയറിൻ്റെ ക്വാളിറ്റി, പ്രത്യേകിച്ച് ഒരു ഫോം കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് വരിക എന്ന് തന്നെയായിരിക്കും ഈ ഫ്രാഞ്ചൈസിന് തൊട്ട് മുന്നേ ഫാൻസും ഉൾപ്പെടെ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ആ ഫാൻസിനെ തീർത്തും നിരാശപ്പെടുത്തുന്ന രീതിയിലുള്ള പെർഫോമൻസാണ് സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് ഔട്ടായതുകൊണ്ട് മാത്രമല്ല, ഒരു പ്ലെയർ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺഫിഡൻസ് മീറ്ററും കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഇത്രയും കാണികളുടെ ആവേശത്തിൽ ഇത്രയും പേര് ബാക്ക് ചെയ്യുമ്പോൾ പോലും സഞ്ജുവിന് അദ്ദേഹത്തിൻ്റെ എബിലിറ്റീസിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുകയാണോ എന്നുള്ള ക്രിക്കറ്റ് എക്സ്പേർട്സിൻ്റെ ക്വസ്റ്റ്യൻസിൽ പോലും നിലനിർത്തുന്ന ഒരു വാലിഡിറ്റി ഉണ്ട്. ആ വാലിഡിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സഞ്ജുവിൻ്റെ 2 ഡിസ്മിസൽസ് തന്നെയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. കാരണം ക്ലീൻ ആയിട്ടൊരു ബൗണ്ടറി സ്ട്രോക്ക് ഇതൊരു സഞ്ജുവിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ഒന്ന് എഡ്ജ് ചെയ്ത് പോയ ഒരു 4 ആണ്, മറ്റൊന്ന് ലാഫ്റ്റഡ് ആയിരുന്നു. അത് ക്യാച്ചിനുള്ളൊരു സാധ്യതയും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അത് ബൈസെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പോയത്. അങ്ങനെ 2 സാധ്യത, ഒരു ക്ലീൻ സ്ട്രോക്ക് ഇതുവരെ സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്നും ഈ IPL സീസണിൽ CSKയ്ക്ക് വേണ്ടി ഉണ്ടായിട്ടില്ല. അത് ഏറ്റവും നിർണായകമായ ഒരു ചോദ്യം കൂടിയാണ്. അത് ഈ മത്സരത്തിൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ CSK ക്യാമ്പിലുണ്ട്, CSK ആരാധകരുടെ ഭാഗത്തു നിന്നുമുണ്ട്. അപ്പോൾ അത് തള്ളിക്കളയാൻ കഴിയാതെ ആ ഒരു പെർഫോമൻസ് മീറ്റർ കൂട്ടുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 50 സെഞ്ചുറി ഒന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നത്, അറ്റ്ലീസ്റ്റ് ഒരു 20+.
ഒരു നിർണായകമായ പവർ പ്ലേസിൽ ആദ്യത്തെ 6 ഓവറിൽ പിടിച്ചു നിൽക്കാനെങ്കിലും കഴിയുക എന്ന് മാത്രമേ ഉള്ളൂ. വലിയ ദൗത്യം ആണോ എന്ന് ചോദിച്ചാൽ 36 പന്തുകൾ ക്രീസിൽ നിൽക്കുക എന്നത് മാത്രമേ നിലവിൽ CSK ആരാധകർ പ്രതീക്ഷിക്കുന്നുള്ളൂ. അല്ലാതെ സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്ന് ഒരു ടണ്ണൊന്നും ഇവിടെ ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു കോൺഫിഡൻസ് മീറ്റർ ഉയരുക, ആദ്യത്തെ 6 ഓവർ പവർ പ്ലേസ് മാക്സിമം മുതലാക്കി കൊണ്ടുപോവുക, അത്രേ ഉള്ളൂ. ഇന്ത്യക്ക് വേണ്ടി എന്താണ് നടത്തിയത്? തിരിച്ചു വന്ന് കളിച്ചത് എന്താണ്? നമീബിയക്കെതിരായ മത്സരത്തിന് ശേഷം സഞ്ജു വന്നതിന് ശേഷം ടീമിലുണ്ടായ മാറ്റം എന്താണ്? പവർ പ്ലേയിൽ ഒരു ഗംഭീരമായ തുടക്കം. 48 റൺസാണ് ഇന്ത്യ ആ മത്സരത്തിൽ നേടിയെടുത്തത്. 9 മാത്രമായിരുന്നു സഞ്ജു ഇല്ലാതെ ഇന്ത്യയുടെ ആവറേജ് പവർ പ്ലേ സ്കോർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് വിക്കറ്റ് സ്കോർ എന്ന് പറയുന്നത്. അവിടെ നിന്ന് 48ലേക്ക് കൺവേർട്ട് ചെയ്യാൻ സഞ്ജു വന്നതോടുകൂടി ഇന്ത്യൻ ടീമിന് കഴിഞ്ഞതാണ് ഗംഭീർ ഒരു വലിയൊരു ആശ്വാസമായി മാറിയത്. ഇന്ത്യൻ ടീമിൻ്റെ പെർസ്പെക്റ്റീവ് സംസാരിക്കുമ്പോൾ അത് തന്നെ മതി. സ്റ്റീഫൻ ഫ്ലെമിങ്ങിനും അത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ആദ്യത്തെ 6 ഓവറിൽ ഒന്ന് പിടിച്ചു നിർത്തുക, വിക്കറ്റ് പോകാതെ നിൽക്കുക. പിടിച്ചു നിന്നാൽ തന്നെ റൺസ് താനെ വരുമെന്ന് CSK മാനേജ്മെൻറ്റ് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് സഞ്ജു 36 പന്തുകൾ പിടിച്ചു നിൽക്കുന്നത് തന്നെയാണ് ഫാൻസിൻ്റെയും ആഗ്രഹം. അത് സംഭവിച്ചു കഴിഞ്ഞാൽ CSKയ്ക്ക് ഒരു വലിയ തലവേദനയിൽ നിന്ന് ഒഴിവാക്കാം. ഏകദേശം ഒരു 36 കോടി രൂപയ്ക്കുള്ള ഒരു നീതിയെങ്കിലും CSKയുടെ ഭാഗത്തു നിന്നും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നത് തന്നെയാണ് ഫാൻസും പ്രതീക്ഷിക്കുന്നത്. ഒന്നാമതായാലും ധോണിയില്ല, ഫാൻസ് അതിൻ്റേതായ നല്ല വിഷമത്തിലുമുണ്ട്. മാത്രമല്ല തുടർച്ചയായ 2 പരാജയങ്ങൾ, ഇതെല്ലാം നിർത്തുന്ന പോയിന്റ് ടേബിളിൻ്റെ ഏറ്റവും അവസാനത്തെ സ്ഥാനത്ത്. ഇതിനെല്ലാം ചീത്തപ്പേരുകൾ മാറ്റുക എന്നത് തന്നെയാണല്ലോ പുതിയ ഇൻക്ലൂഷൻസിൽ നിന്നും സംഭവിക്കുക. പക്ഷേ അതൊന്നും ഉണ്ടാവുന്നില്ല. അതുണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ഫാൻസ് ഇന്നത്തെ മത്സരത്തെ നോക്കിക്കാണുന്നത്.